നമസ്കാരം, എല്ലാവർക്കും രശ്മി സാരി റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് എളുപ്പത്തിൽ നല്ലൊരു ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ നിറച്ചുമില്ല, കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കൊരു 1/2 കപ്പിന്റെ അടുത്ത് വെള്ളം മതി. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ. നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിന്റെ നേർപകുതി വെള്ളം എടുത്താൽ മതിയാകും. ഞാനിവിടെ മാവ് നന്നായിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ മാവിൽ നിന്ന് ചെറുനാരങ്ങന്റെ വലുപ്പത്തിൽ ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മുറിച്ച് മാറ്റിയിട്ട് ഉരുട്ടി വെക്കാം. 1 കപ്പ് പൊടിയിൽ നമുക്കൊരു 10 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ കയ്യിൽ വെച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിരിക്കുന്ന മാവ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ആദ്യം നമ്മൾ ഉരുട്ടി വെച്ചതിനേക്കാളും കുറച്ചും കൂടി കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പരത്താനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം അടിയിലൊരു ടവൽ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു ചപ്പാത്തി പലക വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് നമുക്ക് നല്ല കംഫർട്ടായിട്ട് നിന്നിട്ട് പരത്താനായിട്ട് പറ്റും. പലക ഒട്ടും തെന്നിപ്പോവില്ല. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൊടി വേണം. അതിനൊരു പ്ലേറ്റിലേക്ക് ഒരു 1/4 കപ്പ് പൊടിയൊക്കെ മതിയാകും. 1/4 കപ്പ് തന്നെ വേണ്ട വരില്ല. തൽക്കാലം നമുക്കൊരു 1/4 കപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തിയതിന് ശേഷം മാത്രം പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടി ഇതിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തി കോല് കൊണ്ട് നമുക്ക് ആദ്യം നീളത്തിൽ ഇതുപോലെ ഒന്ന് പരത്തുക. പിന്നെ തിരിച്ചു വെച്ചിട്ട് നീളത്തിൽ ഒന്നും കൂടെ പരത്തുക. ഇതേപോലെ 2-3 തവണ തിരിച്ചു വെച്ചിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് റൗണ്ട് ആയിട്ട് തന്നെ ചപ്പാത്തി കിട്ടും. കുറച്ച് പരത്തി കഴിയുമ്പോഴേക്കും പലകയിലേക്ക് ഒട്ടിപ്പിടിക്കാനായിട്ട് തുടങ്ങും. ആ ഒരു സമയത്ത് പൊടിയിലേക്ക് മുക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് പൊടിയാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് നീളത്തിൽ തന്നെ പരത്തി കൊടുക്കുക. ഒരുപാട് ബലം പ്രയോഗിച്ചിട്ട് പരത്തരുത്, അപ്പോൾ ചപ്പാത്തി പലകയിലേക്ക് ഒട്ടിപ്പിടിക്കും. ഒരു മയത്തിൽ പതുക്കെ സോഫ്റ്റ് ആയിട്ട് പരത്തിയെടുക്കുക. അതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാവ് ഭയങ്കര സോഫ്റ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചപ്പാത്തി പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. വെള്ളത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ പൊടിയിൽ മുക്കിയെടുക്കുമ്പോൾ കൂടുതൽ പൊടി ചപ്പാത്തിയിലേക്ക് ഒട്ടിപ്പിടിക്കും. അങ്ങനെയാകുമ്പോൾ ചപ്പാത്തി അത്ര നന്നായി വരില്ല. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് പൊടി കരിഞ്ഞു പിടിച്ചിട്ട് ചപ്പാത്തിയും കരിഞ്ഞു പോകും. അതേപോലെ പരത്തുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ പരത്തിയെടുക്കണം. ഒരു ഭാഗം കട്ടി കൂടിയിട്ടും ഒരു ഭാഗം കട്ടി കുറഞ്ഞിട്ടൊന്നും പരത്തിയെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടൂല. ഇപ്പോൾ ഏകദേശം റൗണ്ട് ഷേപ്പിൽ തന്നെ ഒരേ കനത്തിൽ കനം കുറച്ച് പൊടിയൊന്നും അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഒരു ചപ്പാത്തി നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തിയും പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. 10 ചപ്പാത്തിയൊക്കെ നമുക്ക് ഒരേ സമയത്ത് തന്നെ പരത്തി വെച്ചതിന് ശേഷം ചുട്ടു തുടങ്ങാം. ഒറ്റയ്ക്കാണെങ്കിൽ 2 പേര് കൂടി ചൂടാണെങ്കിൽ ഒരാൾ പരത്തുന്ന സമയത്ത് ഒരാൾക്ക് വേഗം തന്നെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 10 എണ്ണം ഒരുമിച്ച് പരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചപ്പാത്തി പ്ലേറ്റിലേക്ക് വെക്കുന്ന സമയത്ത് മുകളിൽ വെക്കാതെ കുറച്ച് ഇതുപോലെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചുടുന്ന സമയത്ത് എടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ ചപ്പാത്തി വീതം ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ ചപ്പാത്തിൻ്റെ ആ കളർ അങ്ങ് മാറിയിട്ട് ഒരു വെള്ള കളറിലേക്ക് വരും. ആ ഒരു സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ പെട്ടെന്ന് ഒന്നും കൂടെ തിരിച്ചിടുക. ഇതേപോലെ 2-3 തവണ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു 2-3 തവണ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതേപോലെ നല്ല ചൂടിൽ തിരിച്ചിടുന്ന സമയത്ത് ചപ്പാത്തി ഏകദേശം വെന്തിട്ടുണ്ടാകും. പിന്നെ അതിൽ ചെറിയ കുമിളകൾ വരാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് അധികം ബലം കൊടുക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബ്രൗൺ കളറിൽ ഷെയ്ഡ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് ഇതിൽ വന്നിരുന്ന കുമിളകളൊക്കെ
വലുതായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പൊ അതിലേക്ക് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരേ സ്ഥലത്ത് തന്നെ വെച്ച് പ്രസ് ചെയ്യരുത്. ചപ്പാത്തി പതുക്കെ ഒന്ന് തിരിച്ച് തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് എയർ കയറിയിട്ട് ആ കുമ്പളകളൊക്കെ ഒന്ന് മുഴുവനായിട്ട് പൊങ്ങി വരും. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചപ്പാത്തി രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ചപ്പാത്തി ഇവിടെ ആയിട്ടുണ്ട്. ഇതിലെ കുമ്പളകൾ വലുതാവാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സ്ഥലത്ത് തന്നെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കരുത്. അപ്പൊ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. കുമ്പളകൾ വലുതായില്ലെങ്കിലും നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ചപ്പാത്തി ഒരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പൊ തന്നെ ഇത് അടച്ചു വെക്കാം. ഇനി നമുക്ക് അടുത്ത ചപ്പാത്തിയും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 2-3 ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴേക്കും കല്ല് നന്നായിട്ട് ചൂടായി വരും. അപ്പൊ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ആദ്യം 2-3 തവണയൊന്ന് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഫ്ലെയിം കൂട്ടിയിട്ടൊന്ന് രണ്ട് ഭാഗം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പൊ എല്ലാ ചപ്പാത്തിയും ഞാൻ ഇതുപോലെ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കാസറോളിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പിടിക്കുമ്പോൾ ഇതേപോലെ കുഴഞ്ഞ് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് കാസറോളിൽ ഇട്ടിട്ടാണ് അടച്ചു വെക്കുന്നത്. അതുകൊണ്ട് അടിയിലുള്ള ചപ്പാത്തിയൊക്കെ ആവി കൊണ്ടിട്ട് നനഞ്ഞതുപോലെയാവും. അതുകൊണ്ട് നമ്മൾ ഒരു പകുതി ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മുഴുവനായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അടിയത്തെ ചപ്പാത്തിയൊക്കെ മുകൾ ഭാഗത്തേക്കാവും. അപ്പോൾ പിന്നെ നനഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടെ ഹാർഡാവുകയാണെങ്കിൽ പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലേക്ക് സാധാരണ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. എന്നിട്ട് 2-3 തവണ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുമ്പോഴേക്കും വീണ്ടും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.